Hello everyone, welcome back to my YouTube channel. I really hope that everyone's doing fine and healthy. അപ്പോൾ ഇന്ന് ഞാനൊരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് സൂപ്പ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്, ഒരു ഹെൽത്തി സൂപ്പാണിത്. ഇതൊരു ബ്രോക്കലി സൂപ്പാണ്. അപ്പോൾ ചിലവർക്ക് ബ്രോക്കലി സാലഡ്സിലോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ നമ്മൾ ഈ സൂപ്പിൽ ബ്രോക്കലി ആണെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം ബ്രോക്കലി ഇഷ്ടം അല്ലാത്ത ആൾക്കാർക്കും ഈ ഒരു സൂപ്പ് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പം ഇത് ആക്ച്വലി വളരെ ഈസിയാണ്. ആക്ച്വലി നമുക്ക് ബ്രോക്കലിയും പിന്നെ വേറെ കുറച്ച് സാധാരണ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി, വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും വേണ്ട ഈ സൂപ്പിന്. അപ്പം നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ബ്രോക്കലി സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ സാധാരണ ബ്രോക്കലി സൂപ്പിൻ്റെ കൂടെ ഞാൻ ഓംലെറ്റോ അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് സൈഡ് അത് നിങ്ങൾക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഓംലെറ്റാണ് ബ്രോക്കലി സൂപ്പിനകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ ഈവൻ ഏതെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ ഏത് ഒരു സൈഡാണെങ്കിലും നമുക്ക് ഈ ഒരു സൂപ്പിൽ മുക്കി കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രോക്കലി നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഞാനൊരു 10 മിനിറ്റ് ഒന്ന് നമ്മുടെ ബ്രോക്കലി ആ ചൂട് വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ പോവാണ്, എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ എടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ബേ ലീഫ് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-15 കുരുമുളക് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര എരി വേണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു 2 മിനിറ്റ് നമ്മുടെ ബേ ലീഫും കുരുമുളകൊക്കെ ഒന്ന് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഫ്ലേവേഴ്സൊക്കെ നമ്മുടെ ബട്ടറിലൊന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 8 ചതച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് സവാളയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എന്തായാലും ഇത് മിക്സിയിലിട്ട് നല്ലൊരു പ്യൂരി ആക്കും, അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് ഷേപ്പിലൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 മീഡിയം സൈസ്ഡ് സവാള.
ഇനി നമുക്ക് എരിക്ക് വേണ്ടി 1.5 ടീസ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ചതാണിത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രോക്കലിയുടെ വെള്ളം ഒന്ന് കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രോക്കലിയും കൂടെ ഇട്ടൊന്ന് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നുള്ള് സിനമൺ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചതാണിത്. ഇനി നമുക്ക് ലേശം മിക്സ്ഡ് ഹെർബ്സും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൂപ്പിന് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ബ്രെഡ് ഒന്ന് മുറിച്ചിടുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് വേണം നമുക്ക് എന്തെങ്കിലും പൊടികൾ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പോ അല്ലെങ്കിൽ എരിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാം പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിൽ ഒരു ലിഡ് വയ്ക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് സൂപ്പ് ഒന്ന് വേവിച്ചെടുത്തായിരുന്നു.
ഇനിയിപ്പോൾ സൂപ്പ് കംപ്ലീറ്റ്ലി ഒന്ന് കൂൾ ഡൗൺ ആയതിന് ശേഷം, നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് നമ്മുടെ സൂപ്പ് ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സൂപ്പൊക്കെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് നമ്മുടെ സൂപ്പിന് കിട്ടിയിട്ടുള്ളത്. ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഒരു ഡിന്നറിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ സൂപ്പും ഒരു ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ഡിന്നർ ഓപ്ഷനാണിത്. നിങ്ങൾക്ക് കാണാം നമ്മുടെ സൂപ്പ് നല്ലൊരു കൺസിസ്റ്റൻസി, ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് വന്നത്. നമ്മൾ കോൺഫ്ലവറോ മൈദയോ ഒന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഓലിവ് ഓയിലും കൂടെ ഒന്ന് മേളിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൂപ്പ് നമ്മൾ നല്ല വാം ആയിട്ട് വേണം കുടിക്കാൻ. ഇതൊരു ഹോൾസം ഡിന്നർ ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. ടേക്ക് കെയർ.